ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പം 10,000 രൂപയ്ക്ക് താഴെ മേടിക്കാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. 5,000 രൂപയുടെയും 10,000 രൂപയുടെയും ഇടയിൽ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ 5,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ റെഡ്മി A2 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ 6.52 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ G36 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു പ്രോസസ്സറാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 4GB റാമും 64GB ഇൻ്റർണലൊക്കെ വരുന്നുണ്ട്. 8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല. നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വേണം എന്നുണ്ടെങ്കിൽ ഇതേ ഫീച്ചേഴ്സുമായിട്ട് പോക്കോ C51 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ എക്സ്ട്രാ ആയിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ആ ഒരു ഫോണും 5,500 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ C55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. 6.71 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. പിന്നെ 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റെഡ്മി 12C എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പക്ഷേ 7,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ആ ഫോൺ വരുന്നത്. അപ്പോൾ പോക്കോ ബ്രാൻഡിൽ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ 7,000 രൂപ പ്രൈസ് റേഞ്ചിൽ റെഡ്മി 12C എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. പിന്നെ 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി C30S എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ്. HD റെസൊല്യൂഷൻ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 8 മെഗാ പിക്സൽ ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. യൂണി SoC SC9863A1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറുള്ള ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് പഞ്ചോൾ ഡിസൈനും അതുപോലെ തന്നെ കൂടിയ റിഫ്രഷ് റേറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ 6,300 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 8 HD എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ പഞ്ചോൾ ഡിസൈനും അതുപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റാണ് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ 64GB ഇൻ്റർണലും വരുന്നുണ്ട്. ബാക്കി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. 6.6 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. യൂണി SoC T606 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് ടെക്നോ സ്പാർക്ക് ഗോ 2024 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ആ ഫോൺ 6,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് മോട്ടോറോളയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ E13 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ 64GB ഇൻ്റർണൽ വരുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ഫീച്ചേഴ്സൊക്കെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ച് കൊടുത്തിട്ടുണ്ട്. യൂണി SoC T606 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ 13 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 6,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഐടെൽ P40 എന്നുള്ള സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ 6,000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 6.6 ഇഞ്ചിൻ്റെ HD+LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 64GB ഇൻ്റർണലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. യൂണി SoC SC9863A1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത്. ഈ ഒരു ഫോൺ 6,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ സാംസങ് M04 അല്ലാന്നുണ്ടെങ്കിൽ F04 എന്നീ ഫോണുകൾ നോക്കാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകളാണ്. ഈ ഫോണുകൾ 7,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 4GB റാമും 64GB ഇൻ്റർണലും കൊടുത്തിട്ടുണ്ട്. ബാക്കി ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് വരുന്നുണ്ട്. 13+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടില്ല. ആ കാര്യം ശ്രദ്ധിക്കണം.
പിന്നെ 7500 രൂപ പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് 2 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T616 എന്ന പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ 6GB RAM 128GB ഇൻ്റർണലൊക്കെ വരുന്നുണ്ട്. 13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യമാണ്. 7500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ വരുന്നുണ്ട്. പിന്നെ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ M5 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 90 Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതും എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 5 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. 5000 mAh ബാറ്ററി ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ടെക്നോയുടെ ടെക്നോ Camon 90 Neo എന്നുള്ള സ്മാർട്ട് ഫോൺ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. അതുപോലെ തന്നെ MediaTekന്റെ Helio G85 എന്നുള്ള അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും വരുന്നുണ്ട്. പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 48 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ 32 MP സെൽഫി ക്യാമറ ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ Realme C55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫുൾ HD റെസൊല്യൂഷൻ വരുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 64 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മോട്ടറോളയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോ G14 എന്നുള്ള സ്മാർട്ട് ഫോൺ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. യൂണി SoC T616 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട കാര്യമാണ്. 5000 mAh ബാറ്ററിയും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 8500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 8500 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ Infinix Note 12i എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. MediaTekന്റെ Helio G85 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 8500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് റെഡ്മിയുടെ ഒരു ഫോണൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 9200 രൂപ പ്രൈസ് റേഞ്ചിൽ Redmi 12 4G എന്നുള്ള സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 6.79 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTekന്റെ Helio G88 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 50+8+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 8 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 9200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെക്നോയുടെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ടെക്നോ പോവ 4 എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. 6.82 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTekന്റെ Helio G99 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ വരുന്നുണ്ട്. 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ സാംസങ് M13 അല്ലാന്നുണ്ടെങ്കിൽ F13 എന്നീ ഫോണിൽ നോക്കാവുന്നതാണ്. ഇതിൽ M13 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന LCD ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. പിന്നെ Exynosന്റെ 850 എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിന്നിൽ 50+5+2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. M13 എന്നുള്ള സ്മാർട്ട് ഫോൺ 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. F13 എന്നുള്ള സ്മാർട്ട് ഫോൺ 10000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്.
അപ്പം വില ഏതിനാണ് കുറവ് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഒരു ഓപ്ഷൻ ആയിരിക്കും. റിയൽമി 10 ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുമാത്രമല്ല പഞ്ചോൾ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല MediaTekന്റെ Helio G99 എന്ന പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 50+2 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 MP സെൽഫി ക്യാമറയും ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് 5G ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഐടെലിൻ്റെ P55 5G എന്നുള്ള സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. MediaTek Dimensity 6080 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സറാണ്. 10 5G ബാൻഡ്സും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 6.6 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ നോച്ച് കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ 5000 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ 5G ഫോണുകളുടെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലാവ ബ്ലേസ് 2 5G എന്ന ഫോൺ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 6.56 ഇഞ്ചിൻ്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ MediaTek Dimensity 6020 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 MP സെൽഫി ക്യാമറയും ഈ ഫോണിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില നല്ല ഫോണുകൾ. ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.